നോക്ക് മക്കളെ, ഇതാണ് ബോയ്സ് ഹോസ്റ്റൽ. കണ്ടോ കണ്ടോ? അയ്യോ ഇതെന്താ? അയ്യേ, ഇതാ ജിമ്മിൻ റോണിയല്ലേ, വൃത്തികെട്ടൻ. ഇതെങ്ങനെയാ? ഇതെടുക്കാനല്ലേ നിങ്ങൾ ഇവിടെ വന്നതിന് തെളിവ് പോരെ? ഇതിലും വലിയൊരു തെളിവ് ഞാൻ ഇതിലെടുത്തു തരാം. ഹലോ മിസ്റ്റർ കുഞ്ചാക്കോ, സകല തെളിവ് ഒപ്പിയെടുത്തിട്ട് താങ്കൾ ഉറങ്ങാണോ? അങ്ങനെ ഹോസ്റ്റലിന്റെ ഗംഭീരമായെങ്കിലും പിറ്റേന്ന് ടിങ്കുവിനും ടീമിനും നല്ല പണി കിട്ടി. അലറിക്കൂവി ഇവനെ ആശുപത്രിയിലേക്ക് ഏറ്റിക്കൊണ്ടുപോയപ്പോൾ പറഞ്ഞ എന്താണെന്ന് അറിയാമോ? ആസ്മയ്ക്കുള്ള മീൻ മെഴുകിയതാണെന്ന്. ഞാനതൊക്കെ വിശ്വസിച്ചു. ഇനിയും പേരൻസിനെയും കൂട്ടി വന്ന് പ്രിൻസിപ്പളിനെ കണ്ടിട്ട് ഹോസ്റ്റലിൽ കയറിയാൽ മതി. എന്റെ ഒക്കെ വേഷം കേട്ടല്ലോ. എടാ നിന്നോടൊക്കെ ആര് പറഞ്ഞ ആശുപത്രി പോയി തല്ലുണ്ടാക്കാൻ? ഇവനെ കൊണ്ട് ചെന്നപ്പോൾ മൈൻഡ് പോലും ചെയ്യാതെ ഡ്യൂട്ടി ഡോക്ടർ പറയാ ഇവന് വയറ് നിറച്ച് മോരുവെള്ളം കലക്കി കൊടുക്കാൻ. അതുകൊണ്ടാണ് അച്ചോ വയലന്റ് ആയത്. ഇന്നാളത്തെ പോലല്ല, ഇനിയെങ്കിലും നിനക്ക് മാച്ച് ആവുന്ന ഒരു തന്തയും കൂട്ടി കൊണ്ടുപോകാം കേട്ടോ. എടാ നമ്മുടെ ഈ അജുല്ലേ, അവൻ ശരിക്കും ആരാ മോനെന്നറിയോ? ഞാൻ കഴിഞ്ഞ ദിവസം ബൈ ചാൻസിൽ അവന്റെ ലാപ്ടോപ്പിലെ കുറച്ച് വീഡിയോസ് കണ്ടു. അപ്പോഴല്ലേ അറിയുന്നത്. എടാ അവൻ ദുബായിലൊക്കെ ഗംഭീര മോഡലായിരുന്നു. പ്ലസ് ടുവിൽ ഞാനും ഇങ്ങനെയായിരുന്നു. 5ാം വരി വന്നപ്പോ എല്ലാം പോയി. പക്ഷെ അതിന് വായനൊന്നും വീണ് കിട്ടുന്നില്ല. അവന്റെ കാര്യമൊന്നും പറയാതിരിക്കുന്നതാണ്. ദൈവം തമ്പരാന് പോലും അറിയില്ല അവൻ എവിടെന്നാ വരുന്നത്, എങ്ങോട്ടാ പോകുന്നത്, ആരാണ്ട് നിർബന്ധിച്ച് ചേർത്തോ. ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ല ഓരോരുത്തരുടെ സ്വകാര്യ കാര്യങ്ങൾക്ക് അറിയാൻ അഭിപ്രായം പറയേണ്ടെന്ന്. അവൻ ആരുടെങ്കിലും എന്തെങ്കിലും കാര്യത്തിൽ തലയിട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. നമ്മളൊന്നും ചെയ്യുന്നില്ലേ. അറിഞ്ഞോ, നമ്മുടെ ഈ ശ്യാം റഹ്മാനിന്റെ 2 ദിവസം കൂടെ ഹോസ്റ്റൽ ഉണ്ടാവുള്ളൂ. ആണോ? അതെന്തുപറ്റി? ഹോസ്റ്റൽ റാഗിംഗ് ഒക്കെ കഴിഞ്ഞ? അതല്ല, കഴിഞ്ഞ ആഴ്ച അമ്മയ്ക്കൊരു സ്ട്രോക്ക് ഉണ്ടായി. ചിലപ്പോൾ ബോധം മറയുന്നുണ്ട്. അച്ഛന് ഒറ്റയ്ക്ക് ഇതെല്ലാം കൂടി ബുദ്ധിമുട്ടാണ്. ഒരു ബൈക്കിലാണ് 3/4 മണിക്കൂർ മതിയെന്ന വീട്ടിൽ നിന്ന്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ എല്ലാവരും കൂടി സംസാരിച്ചുള്ളൂ ശ്യാമിന്റെ അമ്മയൊന്നും കാണണമെന്ന്. അടുത്ത അവധിക്ക് വരുന്നുണ്ട്. അയ്യോ അത് വേണ്ട, വേറൊന്നുമല്ല. അമ്മ ആരെങ്കിലും പുതുതായി കണ്ട കരച്ചിൽ തുടങ്ങും. അത് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയുള്ളൂ. മുമ്പൊരിക്കൽ പറ്റിയതാ. ശരി, എന്തായാലും ഞങ്ങൾ നിൽക്കുന്നില്ല. അപ്പൊ പണ്ടേ കാണാം. ബൈ. ഇലക്ഷൻ കാലത്ത് പാർട്ടിയും നമ്മളും തമ്മിലുണ്ടായ ഒരു ചെറിയ അകൽച്ച, അതാണ് ഈ അനുമതി വൈകിപ്പിക്കൽ. അതിന് നമ്മുടെ ബിൽഡിങ്ങിന്റെ അപ്രൂവൽ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കുന്നത് CTP അല്ലേ, മന്ത്രിസഭയല്ലല്ലോ. അല്ല, ഈ ആഭ്യന്തരമന്ത്രി രാമകൃഷ്ണൻ നാളെ ഒരു പാർട്ടി പരിപാടി പങ്കെടുക്കാനായിട്ട് ടൗണിൽ വരുന്നുണ്ട്. ഞാനിത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിലൊന്ന് പെടുത്തി നോക്കട്ടെ. അതെങ്ങനെ? നേരിട്ട് പോയി കാണാനോ? അല്ല, അദ്ദേഹമായിട്ട് നല്ല ബന്ധമുള്ള ഒരാളെ എനിക്കൊരു ചെറിയ പരിചയമുണ്ട്. കോളേജിന്റെ കാര്യങ്ങളൊന്നും അച്ഛൻ്റെ വകുപ്പിൽപ്പെടുന്നല്ലെന്ന് പറഞ്ഞ് ആദ്യം ഒഴിയാൻ നോക്കി. പക്ഷെ ഞാൻ നിർബന്ധിച്ചപ്പോൾ നാളെ വൈകിട്ട് 4 മണിക്ക് ഗസ്റ്റ് ഹൗസിൽ നിന്ന് സമ്മേളനത്തിനൊന്നും വഴി കോളേജിൽ കയറിയിട്ട് പോകാൻ സമ്മതിച്ചു. പിന്നെ അച്ചോ, എനിക്ക് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. നമ്മുടെ ആ ബിയർ കേസ് പ്രതികളോടെ ഇത്തവണത്തേക്കൊന്നും എടാ, അതൊക്കെ പ്രിൻസിപ്പാൾ അച്ഛൻ്റെ കയ്യിലേക്ക് പോയ കേസല്ലേ? ഞാനതിലെന്നാ ചെയ്യാനാ? അച്ഛനൊന്നും ചെയ്യണമെന്നൊന്നുമില്ല. പിന്നെ പക്ഷെ ഞാൻ നാളെ അവരുമായി പ്രിൻസിപ്പളിന്റെ റൂമിന് മുമ്പിലുണ്ടാവും. പിറ്റേന്ന് ശ്യാം വീട്ടിലേക്ക് മാറുകയായിരുന്നു. ടൗണിൽ പോയി ഞങ്ങളെല്ലാവരും അവനൊരു ചെറിയൊരു പാർട്ടി കൊടുത്തു. അവൻ പോയാലും ഭിത്തിയിൽ ഒട്ടിച്ചിട്ടുള്ള അവൻ്റെ പ്രിയപ്പെട്ട ചിത്രങ്ങൾക്ക് ഒരു കേടും വരത്തരുതെന്ന് ഞങ്ങളെ പറഞ്ഞേൽപ്പിച്ചു. ഹോസ്റ്റലിൽ അവൻ്റെ ലാസ്റ്റ് ഡേ പാട്ടുകളും കുഞ്ചാക്കോയുടെ ചില ഡാൻസ് നമ്പറുകളും ഒക്കെ നേരം വിളിക്കുന്നവരെ നീണ്ടു. അങ്കിളെ, പുതിയ ബൈക്ക് എടുത്തതിന് ഇവനെ കൊണ്ട് ചെലവഴിക്കണം കേട്ടോ. അയ്യോ മക്കളെ, ഇത് തന്നെ ഒരു അധിക ചെലവാ. ഇവന്റെ ബൈക്കേലുള്ള ഈ കോളേജിൽ പോയി വരവ് എന്റെ മനസമാധാനം കെടുത്തുന്നതാണെങ്കിലും ഇവൻ വീട്ടിലുള്ളതൊരു ആശ്വാസം, അതുകൊണ്ട് മാത്രം. അയ്യോ അങ്കിളവൻ ചുമ്മാ പറഞ്ഞതാ. അമ്മയുടെ കാര്യങ്ങളൊക്കെ ഇവൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും നല്ല നമ്പറാ, 12 അല്ലടാ. അച്ഛൻ പറയുന്ന കൂട്ടി നോക്കുമ്പോൾ 6 വേണ്ടായിരുന്നു. അതോർത്തൊന്നും വിഷമിക്കണ്ട അങ്കിളെ, അവൻ ചോദിച്ചു. ബൈ. നിങ്ങൾ ചെയ്ത തെറ്റെന്താന്ന് പൂർണ്ണമായും മനസ്സിലായോ? ഹോസ്റ്റലിലേക്ക് ബിയർ അടിച്ച് വരാന്തയിലും ഫുട്ബോൾ കണ്ടും ആലോചിച്ചായിരുന്നു. ടിങ്കു എത്ര പ്രാവശ്യം പറഞ്ഞു വാളെന്ന തരനാള വാക്ക് പരസ്യമായിട്ട് ഉപയോഗിക്കരുത്. ഫാദർ, അത് മാത്രമല്ല, പുറത്തുനിന്ന് നടക്കുമ്പോ പല ഇരട്ടപ്പേരുകളും വിളിച്ച് ഇവരെ എന്നെ താറടിക്കുന്നുണ്ട്. എന്ത് പേരൊക്കെ? ടിൻറ്റുമോൻ, താറാമുട്ട എന്നൊക്കെ. ആ പേരിന് വിളിക്കില്ല സാർ. എല്ലാവരും ഒന്ന് പുറത്തേക്ക് നിന്നടാ തൽക്കാലം. എന്തായി? മിനിസ്റ്റർ ഗസ്റ്റ് ഹൗസിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. നമുക്കൊന്ന് താഴേക്ക് നിന്നാലോ? ഹലോ, ഇന്ന് ഓഫ് ഡേ ആയതുകൊണ്ട് വലിയ തിരക്കില്ലാണോ? സാർ, എങ്ങോട്ടാ? ഇവന്മാർക്ക് എന്താ ഇവിടെ? ഞങ്ങളുടെ ഹോസ്റ്റലിലെ പഠിത്തത്തിലും സ്പോർട്സിലും മികച്ചവരാ ഈ നിൽക്കുന്നത്. കൂടുതൽ പ്രോത്സാഹനത്തിനായി മന്ത്രിയെ കാണാൻ വെയിറ്റ് ചെയ്യാവര്. സമയം കിട്ടുമ്പോൾ ഇടയ്ക്ക് ഇവരൊന്ന് വിളിച്ച് കൺഗ്രാജുലേറ്റ് ചെയ്തേക്കണം. സാർ, ഇതാണിപ്പോൾ CTP. കറണ്ട് പോയിരിക്കുകയാണ്, AC വർക്ക് ചെയ്യുന്നില്ല. ഓ അത് സാരമല്ല. ഒരു കാര്യം ചെയ്യും, തിങ്കളാഴ്ച നിങ്ങളാരെങ്കിലും ഒന്ന് തിരുവനന്തപുരം വരെ വാ. CTP-മാർ സിറ്റിംഗ് ഞാൻ അറേഞ്ച് ചെയ്ത് തരാം. എന്നെ കാണാൻ കുറച്ച് കുട്ടികൾ പുറത്ത് നിൽപ്പില്ലേ, അവരൊന്നും വിളിക്കും. ഇയാളെന്തിനാ ഇപ്പൊ ഈ തല്ലിപ്പൊളികളെ ഇങ്ങോട്ട് വിളിക്കുന്നത്? അതെ, മിനിസ്റ്റർ നിങ്ങളെ അകത്തേക്ക് വിളിക്കുന്നുണ്ട്.
സാർ പറയൂ, നിങ്ങളുടെ എന്ത് കാര്യം ഞാൻ പരിഗണിക്കണം? സാറേ ഇവരുടെ പ്രശ്നം പ്ലീസ് അവർ പറയട്ടെ. ഇവിടുത്തെ ഈ മിടുക്കന്മാരെ പറ്റി ഞാൻ കുറെ കേട്ടു. ഇയാൾ എന്ത് കേട്ടെന്ന്? സാർ ഞങ്ങൾക്കൊരു ശല്യമില്ലായിരുന്നു പഠിക്കാൻ. കൂടുതൽ ഏകാഗ്രത കിട്ടുന്നൊരു ഹാള് വിട്ട് കിട്ടിയിരുന്നെങ്കിൽ കോളേജിനെ വേറെ ലെവലിൽ എത്തിക്കാൻ പറ്റും. നിങ്ങളുടെ ബിൽഡിങ്ങിന്റെ ആവശ്യകത എനിക്ക് മനസ്സിലായി. ഉടൻ വേണ്ടത് ചെയ്യാം. ആട്ടെ, ഈ കൂട്ടത്തിൽ സ്പോർട്സുകാരൊക്കെയാ? ഇന്റർ യൂണിവേഴ്സിറ്റി മത്സരത്തിന്റെ വാൾപ്പയറ്റിൽ ഞങ്ങളുടെ എല്ലാ സ്വർണ്ണ പ്രതീക്ഷയാണ് സാർ ഇവൻ. ആണോ? സാറിന്റെ കൂടെ പ്രോത്സാഹനത്തിനായി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. മിടുക്കന്മാർ, ധൈര്യമായിട്ട് മുമ്പോട്ട് വയ്ക്കും. നിങ്ങൾക്ക് ഭാവിയിൽ ഒരു കുറവും വരാതെ ഞങ്ങൾ നോക്കിക്കൊള്ളാം. എന്നാ പിന്നെ നിങ്ങൾ ഹോസ്റ്റലിലേക്ക് പോയി പരിശീലനം തുടങ്ങിക്കോളൂ. ഞാൻ അങ്ങോട്ട് വന്നു. ഇത് പറഞ്ഞിട്ട് എനിക്കങ്ങ് പോയാൽ മതിയല്ലോ. സാറാകെ മാറിയല്ലോ. എന്തായിരുന്നു മന്ത്രിയുടെ മുന്നിൽ അവൻ്റെയൊക്കെ പ്രകടനം? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ ഇത്തിരി കണ്ണടയ്ക്കുന്നു എന്ന് കരുതി എൻ്റെ തലേ കയറാൻ വന്നാലുണ്ടല്ലോ, ആ ഫസ്റ്റ് ഇയറിലെ അനിൽകുമാറിലായിരുന്നെങ്കിൽ നീയൊക്കെ ഇപ്പം വീട്ടിലിരുന്നേനെ. ഇനി നന്നായി പഠിച്ചോളാം. വാൾപ്പയറ്റോ ഇറങ്ങിപ്പോകണം എൻ്റെ മുന്നിൽ നിന്ന്. ആഭ്യന്തരമന്ത്രിയുടെ മകനാണെന്ന് അധികമാരും അറിയാണ്ട് അത്ര കാലം മറച്ചു വെച്ചെങ്കിലും ബിയർ കേസിൽ രക്ഷാനായതോടെ അനിൽ അത്യാവശ്യം ഹീറോ ആയി. ഒരു എസ്റ്റേറ്റ് മുതലാളിയുടെ മകനായിരുന്ന ടിങ്കു തോമസ് പൊട്ടംകുളം പ്രത്യേകമായിട്ട് അവൻ്റെ ഹൈ റേഞ്ചിലെ എസ്റ്റേറ്റിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി. അന്ന് തൊട്ട് ടിങ്കുവും ഷേജുവും ജോണും ഒക്കെ ഞങ്ങളുടെ സ്ഥിരം കമ്പനിക്കാരായി. പിന്നീട് പല അവസരത്തിൽ ഞങ്ങൾ ആവർത്തിച്ച ഹൈ റേഞ്ച് ട്രിപ്പുകളുടെ തുടക്കം മാത്രമായിരുന്നു. വീട്ടിൽ നിന്നും പോയി വരാൻ തുടങ്ങിയ ശ്യാമിൻ്റെ ബൈക്കിലൊട്ടിച്ചിരുന്ന AR റഹ്മാൻ സ്റ്റിക്കർ ക്യാമ്പസിൽ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചു. ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് മാറിയെങ്കിലും പിന്നീടുള്ള പല ടൂറുകളിലും ശ്യാമിനെയും ഞങ്ങൾ കൂടെ കൂട്ടി. അമ്മയുടെ ആരോഗ്യസ്ഥിതിയിൽ ഒരു പുരോഗമനമില്ലാത്ത അവനെ ഒട്ടും ബാധിക്കാതെ നോക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമായിരുന്നു. അവൻ്റെ സംഗീതത്തെ ഞങ്ങളൊന്നും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരുന്നു. പറ്റുമ്പോഴെല്ലാം സ്വന്തമായി ട്യൂൺ ചെയ്ത പാട്ട് പരീക്ഷണങ്ങൾ ഞങ്ങളെ കേൾപ്പിക്കലായിരുന്നു അവൻ്റെ പ്രധാന പരിപാടി. കേട്ട പല പാട്ടുകളും നല്ലതാണെന്ന് പറഞ്ഞ് ഞങ്ങൾ പ്രോത്സാഹിപ്പിച്ചപ്പോൾ ചിലതെല്ലാം കോപ്പി അടിക്കണമെന്ന് പറഞ്ഞായിരുന്നു ഈ കുഞ്ചാക്കോയുടെ കളിയാക്കൽ. അവസരം കിട്ടുമ്പോഴൊക്കെ ശ്യാമിൻ്റെ ബൈക്ക് വാങ്ങി ഓടിച്ചു പഠിക്കുക എന്നതായിരുന്നു അന്നയുടെ പുതിയ ഏർപ്പാട്. കണ്ടു നിന്നിരുന്ന ഞങ്ങൾക്കതെപ്പോഴും ഒരു ടെൻഷൻ തന്നെയായിരുന്നു. ചില രാത്രികളിൽ അച്ഛൻ്റെ കണ്ണു വെട്ടിച്ച് മസ്താൻ ഞങ്ങളെ ഓരോ ഓപ്പറേഷൻ കൂട്ടിക്കൊണ്ടുപോയി. ഹോസ്റ്റൽ ഡേക്ക് ശേഷം ഞങ്ങളോടുള്ള കലിപ്പ് തീർക്കൽ ക്ലീറ്റസും സംഘം അല്പം കുറച്ചെങ്കിലും കുഞ്ചാക്കോയെ മാത്രം വെറുതെ വിട്ടില്ല. തരം കിട്ടുമ്പോഴൊക്കെ അവരിവനെ പൂട്ടി. ഈ ആഘോഷങ്ങൾക്കൊക്കെ ചെറിയൊരു ഇടവേള എന്ന പോലെയാണ് അപ്പോഴേക്കും ഓണാവധി എത്തിയത്. അത് ഇന്നലെ ഒന്ന് തട്ടിയതാ. ഹലോ, ഇന്നലെ കണ്ടില്ലല്ലോ, എവിടെയായിരുന്നു? ഇന്നലെ ഒന്ന് കറങ്ങാൻ പോയതാ ചേട്ടാ, കുറച്ച് ലേറ്റ് ആയി വന്നപ്പോ. ഹാപ്പി ഓണം. AC ഒന്ന് കൂട്ടിയിടാം. പോകുന്ന വഴി ടൗണിലെ തുണിക്കടയിൽ കയറി അമ്മയ്ക്ക് സർപ്രൈസായി കൊടുക്കാൻ ഒരു സാരി വാങ്ങണമെന്ന് അനിൽ പറഞ്ഞു. അത് കഴിഞ്ഞ് അപ്പോൾ ഇറങ്ങിയ ബാഹുബലി 2 കൊണ്ട് പിരിയാമെന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷേ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞെത്തിയപ്പോഴേക്കും ബാഹുബലി അസുഖമായി. എല്ലാ അമ്മമാർക്കും എൻ്റെ പക്ക ഒരു ഓണക്കോടി.